മെത്രാൻ കായലും കടമക്കുടിയിലെ വയലും നികത്താനുള്ള വിവാദ ഉത്തരവുകൾ സർക്കാർ പിൻവലിച്ചു. നിലവിലെ നിയമമനുസരിച്ച് രണ്ടിടത്തും അംഗീകരിച്ച പദ്ധതികൾ നടപ്പാക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ഉത്തരവ് പിൻവലിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റ് ചെയ്തു എന്ന ബോധ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അതിനകത്ത് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതിക അനുമതി അതും നെൽവയലിന്റെ കാര്യത്തിലും തണ്ണീർത്തടത്തിന്റെ കാര്യത്തിലും വ്യക്തമായിട്ടുണ്ട്. ഈ രണ്ട് വ്യവസ്ഥയ്ക്കും വിധേയമായി എന്ന് പറഞ്ഞാൽ ഇതിനെ വ്യവസ്ഥകൾ പാലിച്ച് മാത്രമേ ഏതെങ്കിലും ഒരു നടപടിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കൂ. എങ്കിലും ഇങ്ങനൊരു വിവാദമൊക്കെ വന്നു, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എതിർപ്പുണ്ടോ? ഇതാ മാറ്റിയിരിക്കുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിവാദ ഉത്തരവുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചത്. മെത്രാൻ കായലിൽ 378 ഏക്കറും കടമക്കുടിയിൽ 47 ഏക്കറും നികത്തി ടൂറിസം പദ്ധതിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുമാണ് സർക്കാർ അംഗീകാരം നൽകിയിരുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഇക്കാര്യം കണക്കിലെടുക്കാതെ നിലം നികത്താൻ മന്ത്രിസഭ എന്തിന് അംഗീകാരം നൽകിയത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. റക്കിൻഡോ ഡെവലപ്പേഴ്സ് ലിമിറ്റഡിന് നിലം നികത്താൻ അനുമതി നൽകിയത് വൻ വിവാദമാവുകയും തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തത് സർക്കാരിന് വൻ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൊള്ളസംഘമായി മാറിയതായി പിണറായി വിജയൻ. പോകുന്ന പോക്കിന് എല്ലാ വഴിയിലൂടെയും കിട്ടാവുന്നതെല്ലാം നേടുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പിണറായി പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്ന പോക്കിൽ സംസ്ഥാനത്ത് കായലും ഭൂമിയും കാടുമൊക്കെ ഇഷ്ടക്കാർക്കും മതസാമുദായിക സംഘടനകൾക്കും തീരെഴുതി നൽകുകയാണെന്ന് വി.എസ്. അച്യുതാനന്ദൻ ആരോപിച്ചു. ഉത്തരവ് പിൻവലിച്ചത് ഉചിതമായ തീരുമാനമെന്ന് വി.എം. സുധീരനും പ്രതികരിച്ചു. വിവാദമായ തീരുമാനമെടുക്കാതെ യു.ഡി.എഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നും സുധീരൻ പറഞ്ഞു. അപ്പോൾ തങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു കൊള്ളസംഘമായി മാറിയ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ഭാഗമായാണ് എല്ലാ വഴിയിലും കൂടെ കിട്ടാവുന്നതെല്ലാം സമ്പാദിക്കുക എന്ന നിലപാട് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിയമവിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കോടതിക്ക് പോലും ഇതിൽ ഇടപെടേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തോട് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത് തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കണം. ഇനി ഒരിക്കലും കേരളത്തെ കൊള്ളയടിക്കാൻ അവസരം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട ഉമ്മൻചാണ്ടിയും കൂട്ടരും അവസാനത്തെ പോക്കിൽ കടും വെട്ടുവെട്ടുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ കണ്ണായ പല പ്രദേശങ്ങളും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇഷ്ടക്കാർക്ക് പതിച്ചു നൽകി കേരളത്തിൻ്റെ തല തന്നെ വെട്ടി ഇരിക്കുന്നത്. ഇവിടെയാകട്ടെ സമ്പന്നന്മാരും വലിയ ആസ്തിയുള്ളവരുമായ ആളുകൾക്കും സംഘടനകൾക്കുമാണ് ഭൂമി അനധികൃതമായി നൽകിയിരിക്കുന്നത്. പിൻവലിക്കാനുള്ള ആ ഒരു നടപടി ഏറ്റവും ഉചിതമായി ഏത് തീരുമാനമെടുക്കുമ്പോഴും അത് കുറേ കൂടി ജാഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി വിവാദപരമായ തലങ്ങളിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രത്യേകമായി ഗവൺമെൻറ് ശ്രദ്ധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ വരരുത് എന്നുള്ളത് കൊണ്ടാണല്ലോ KPCC ഇടപെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് SNDPക്ക് റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിൽ സർക്കാർ ഭൂമി സൗജന്യമായി പതിച്ചു നൽകി. ക്രിസ്ത്യൻ സഭകൾക്കും NSSനും ഉൾപ്പെടെ 18 ഏക്കർ 58 സെന്റാണ് പതിച്ചു നൽകിയത്. ഭൂമി പതിച്ചുകൊടുത്തു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറക്കിയ ഉത്തരവുകളുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. SNDPയോടും വെള്ളാപ്പള്ളിയോടും ഒരു തെരഞ്ഞെടുപ്പ് ധാരണയുമില്ലെന്നാണ് KPCCയുടെ പരസ്യ നിലപാട്. എന്നാൽ വസ്തുതകൾ അങ്ങനെയല്ല. കോന്നിയിൽ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ 2 SNDP ശാഖകൾക്കായി 1 ഏക്കറിലധികം ഭൂമി കഴിഞ്ഞ വെള്ളിയാഴ്ച പതിച്ചു നൽകി. 1421 നമ്പർ ശാഖയ്ക്ക് 1 ഏക്കർ 1 സെന്റും 1182 നമ്പർ ശാഖയ്ക്ക് 4.5 സെന്റും സർക്കാർ ഭൂമിയാണ് സൗജന്യമായി പതിച്ചു നൽകിയത്. മറ്റ് സമുദായ സംഘടനകൾക്കും വ്യാപകമായി ഭൂമി പതിച്ചു നൽകി. കറുമ്പുങ്കര NSS കരയോഗത്തിന് 9.5 സെന്റ്, കത്തോലിക്ക സഭ പത്തനംതിട്ട ഭദ്രാസനത്തിന് തണ്ണിത്തോട് വില്ലേജിൽ 4 ഏക്കർ 10 സെന്റ്,
തണ്ണിത്തോട് സെന്റ് ആന്റണീസ് ഓർത്തഡോക്സ് പള്ളിക്ക് 3 ഏക്കർ 17 സെന്റ്, കരിമാൻതോട് മലങ്കര കത്തോലിക്ക പള്ളിക്ക് 1 ഏക്കർ, മണ്ണീര മലങ്കര കത്തോലിക്ക പള്ളിക്ക് 1 ഏക്കർ, സെന്റ് തോമസ് സ്കൂളിന് 26 സെന്റ്. ഇങ്ങനെ നീളുന്നു സമുദായ സംഘടനകൾക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ പട്ടിക. ഭൂപതിവ് ചട്ടങ്ങളിലെ 24-ാം ചട്ടം നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഭൂമി നൽകിയതെന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് കഴിഞ്ഞ വെള്ളിയാഴ്ച റവന്യൂ വകുപ്പിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയാണ് ഉത്തരവിറക്കിയത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യരാജാവ് വിജയ് മല്യ രാജ്യം വിട്ടെന്ന് AG സുപ്രീം കോടതിയിൽ. വിജയ് മല്യ ലണ്ടനിലുള്ളതായും അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി രാജ്യസഭാ സീറ്റിലേക്ക് LDF-ൽ നിന്ന് CPIM-ലെ അഡ്വക്കേറ്റ് K സോമപ്രസാദ് മത്സരിക്കും. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന സെക്രട്ടറിയുമാണ് സോമപ്രസാദ്. നിയമസഭാ സെക്രട്ടറി PD ശാരംഗന്ദ്രൻ മുൻപാകെ സോമപ്രസാദ് നാളെ ഉച്ചയ്ക്ക് 2-ന് പത്രിക നൽകും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ MLA-മാർക്ക് പ്രതിഷേധം. സിറ്റിംഗ് സീറ്റുകളിലെ സാധ്യതാ ലിസ്റ്റിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയതിലാണ് പ്രതിഷേധം. ഇരു ഗ്രൂപ്പിലെയും MLA-മാർ വെവ്വേറെ യോഗം ചേർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി KPCC-യെ MLA-മാർ അറിയിക്കും. ഫ്രാൻസിസ് ജോർജ് ചെയർമാനായി പുതിയ കേരള കോൺഗ്രസ് നിലവിൽ വന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. പാർട്ടി രൂപീകരണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ പ്രമുഖരടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. മാണിക്ക് തിരിച്ചടിയായി പത്തനംതിട്ട ജില്ലയിൽ കേരള കോൺഗ്രസിൽ നിന്നും കൂട്ടരാജി. ജില്ലാ സംസ്ഥാന ഭാരവാഹികളടക്കം നിരവധി പേരാണ് പാർട്ടി വിട്ടത്. പത്തനംതിട്ട ജില്ലയിലും പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് M മത്സരിക്കുന്ന തിരുവല്ല മണ്ഡലത്തിലും വലിയ തിരിച്ചടിയായിരിക്കും ഇതോടെ UDF നേരിടേണ്ടി വരിക. ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റിയില്ലെങ്കിൽ താമരശ്ശേരി രൂപതയുടെ സഹായത്തോടെ തിരുവമ്പാടി ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ മലയോര വികസന സമിതിയുടെ നീക്കം. നിയമസഭയിൽ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകണമെന്ന് മലയോര വികസന സമിതി പറയുന്നു. മലയോര വികസന സമിതിയുടെ മുന്നറിയിപ്പിൽ അങ്കലാപ്പിലായിരിക്കുകയാണ് UDF പാളയം. തിരുവമ്പാടി മണ്ഡലത്തിലെ ലീഗ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്ന് ലീഗ് അറിയിച്ചതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താൻ മലയോര വികസന സമിതി തീരുമാനിച്ചത്. മണ്ഡലത്തിലെ ലീഗ് സ്ഥാനാർത്ഥി തങ്ങൾക്ക് സ്വീകാര്യനല്ലെന്ന് താമരശ്ശേരി രൂപതയും മലയോര വികസന സമിതിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ സഭയുടെ ഈ നിലപാടിനെതിരെ രൂക്ഷ വിമർശനമാണ് ലീഗ് നേതാക്കൾ ഉന്നയിച്ചത്. സഭ രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ പാർട്ടികൾക്കാണെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ മലയോര വികസന സമിതി തീരുമാനിച്ചത്. കർഷക പ്രതിനിധിയെ നിയമസഭയിൽ എത്തിക്കുമെന്നും തിരുവമ്പാടിയിലെ ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റുന്ന കാര്യത്തിൽ UDF-ന്റെ അന്തിമ തീരുമാനം തങ്ങൾക്ക് എതിരായാൽ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള 9 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും മലയോര വികസന സമിതി ചെയർമാൻ ചാക്കോ കളമ്പറമ്പിൽ പറഞ്ഞു. അവർ ഞങ്ങളെ ഔദ്യോഗികമായിട്ട് ഇത് അറിയിച്ചിട്ടില്ല. നമ്മളുമായി ചർച്ച ചെയ്ത വിഭാഗങ്ങൾ നമ്മളെ അറിയിക്കണ്ടേ. ഇപ്പോഴും അവർ പറയുന്നത് സാധ്യതകളുണ്ട്, തള്ളിക്കളയരുത് സാധ്യതകളുണ്ടെന്നാണ് നമ്മളെ വിളിച്ച് പറയുന്നത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും അടക്കമുള്ള നേതൃത്വങ്ങൾ നമുക്ക് തന്നൊരു അഷുറൻസ് ഉണ്ടല്ലോ. ആ അഷുറൻസ് ഇതുവരെ മാറ്റി അങ്ങനെയല്ല എന്ന് നമ്മളെ അറിയിച്ചിട്ടില്ല. അവര് നമ്മൾ ഏതറ്റം വരെയും മുമ്പോട്ട് പോകും. സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വന്നാൽ സ്ഥാനാർത്ഥി നിർത്തും. ഞങ്ങൾക്ക് അവിടെ മാത്രമല്ല, ഏകദേശം 8-9 മണ്ഡലങ്ങളിൽ മലയോര വികസന സമിതി ശക്തമായിട്ടുണ്ട്. അവർക്ക് ബേസ് ഉണ്ട്. സഭയ്ക്ക് ഏറെ സ്വാധീനമുള്ള തിരുവമ്പാടിയിൽ സഭ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് UDF-നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫ്രാൻസിസ് ജോർജ് ചെയർമാനായി പുതിയ കേരള കോൺഗ്രസ് നിലവിൽ വന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. പാർട്ടി രൂപീകരണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ പ്രമുഖരടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. മുൻ MPമാരും MLA-മാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും പോഷക സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ വലിയൊരു നേതൃനിര മാതൃസംഘടന വിട്ട് ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിക്കാനെത്തിയിരുന്നു. യോഗം ആരംഭിക്കുന്നതിനും ഏറെ മുൻപേ YMCA ഹാൾ നിറഞ്ഞു കവിഞ്ഞു. പുതിയ പാർട്ടിയുടെ ചെയർമാനായി ഫ്രാൻസിസ് ജോർജിനെ യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേര് കൺവെൻഷൻ അംഗീകരിച്ചു.
326 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഈ മാസം 16-ന് കോട്ടയം മാമൻമാപ്പിള ഹാളിൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചേരും. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജനവികാരം UDF-നെതിരാണ്, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജനവികാരം ഇന്ന് UDF-നെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കാൻ പോകുന്നില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ജനങ്ങൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പം അതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ വലിയ പ്രതിഷേധവും അവമതിപ്പും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടർ KC ജോസഫ്, ആന്റണി രാജു, PC ജോസഫ്, മാത്യു സ്റ്റീഫൻ, വക്കച്ചൻ മറ്റത്തിൽ തുടങ്ങി മാണി ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന ഒട്ടേറെ പ്രമുഖർ പുതിയ പാർട്ടിയുടെ നേതൃനിരയിലുണ്ട്. ഈ മാസം 11 മുതൽ 14 വരെ 14 ജില്ലകളിലും ജില്ലാ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് ജില്ലാ ഘടകങ്ങൾ രൂപീകരിക്കും. സാലി മുഹമ്മദ്, കൊച്ചി. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജനെ CBI ചോദ്യം ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നടന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ജയരാജനെ കണ്ണൂർ ജയിലിലെത്തിച്ചത്. രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും CPIM നേതാവ് P. ജയരാജനെ 11:55 കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇന്നലെ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി CBIയുടെ കസ്റ്റഡി അപേക്ഷ നിരസിച്ചതിലും ജയരാജനെ ആശുപത്രിയിലോ ജയിലിലോ അദ്ദേഹമുള്ള സ്ഥലത്ത് വെച്ച് ചോദ്യം ചെയ്യാമെന്ന് ഉത്തരവിട്ടതിലും ഉള്ള ജാള്യത മറക്കാൻ CBI സമ്മർദ്ദം ചെലുത്തിയാണ് ജയിൽ സൂപ്രണ്ട് ഡിസ്ചാർജിനുള്ള അപേക്ഷ നൽകി P. ജയരാജനെ മാറ്റിയതെന്ന് CPIM നേതാവ് MV ജയരാജൻ പറഞ്ഞു. ആശുപത്രിയിൽ വെച്ചോ ജയിലിൽ വെച്ചോ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ ആവശ്യമായ സൗകര്യം ജയിൽ സൂപ്രണ്ട് ഒരുക്കണമെന്നാണ്. ജയിൽ സൂപ്രണ്ട് കോടതി വിധി ലംഘിച്ചു. എന്നിട്ട് CBIക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള അവരുടെ ആഗ്രഹം നടക്കാത്ത ജാള്യത മറച്ചുപിടിക്കാൻ ഇന്നിപ്പോ കണ്ണൂർ സെൻട്രൽ ജയിലിനെ 3-ാം മുറയുടെ കേന്ദ്രമാക്കി ജയിൽ സൂപ്രണ്ട് CBIക്ക് വേണ്ടി മാറ്റുകയാണ്. P. ജയരാജന് നീതിയും ചികിത്സയും നിഷേധിക്കുകയാണ് ഭരണകൂടത്തിന്റെ മറവിൽ CBI ചെയ്യുന്നതെന്ന് EP ജയരാജൻ MLA പറഞ്ഞു. നീതി ലഭിക്കുന്നില്ല, മാനുഷികമായ പരിഗണന ലഭിക്കുന്നില്ല, ചികിത്സ ലഭിക്കുന്നില്ല. ഇത് ഏത് സംവിധാനമാണ്? ഇത് ഏത് രാജ്യമാണെന്ന് ജനങ്ങൾ സംശയിച്ചു പോവുകയാണ്. CBI ഒക്കെ കാണിക്കുന്നത് ഒരു ഭരണത്തിൻ്റെ നെറികേടിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഇവിടെ. RSS ഉമ്മൻചാണ്ടി കൂട്ടുകെട്ട് നാടിനാപത്ത് UAPA കരിനിയമം എന്നീ വാചകങ്ങൾ എഴുതിയ പുസ്തകം ഉയർത്തിക്കാട്ടിയാണ് P. ജയരാജൻ ആംബുലൻസിൽ നിന്നും ഇറങ്ങിയത്. 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ജയിലിനു മുന്നിലെത്തി. അതേസമയം 3 മണിയോടെ SP ജോസ് മോഹൻ, DYSP ഹരിയോം പ്രകാശ്, CI സലീം സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 8-അംഗ CBI സംഘം P. ജയരാജനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ 6 മണിവരെ തുടർന്നു. 1 മണിക്കൂർ നീണ്ട കൂടിയാലോചനയ്ക്ക് ശേഷമാണ് CBI സംഘം ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.